ഓം ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപ കുമാരായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യൈശ്വരം. പഞ്ചതത്വാത്മഹം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യ നമാമി ഭക്ത ശൈത്യകം. ആരാധ്യോ ഭഗവാൻ ബ്രജേശ്വര തനയധാമ വൃന്ദാവനം രമ്യഗച്ഛിത് ഉപാസന വൃജവത് വൃഗേരയ കൽപ്പിത. ശ്രീമദ് ഭാഗവതം പ്രമാണമൂലം പ്രമുഹാർത്തോ മഹാൻ ശ്രീചൈതന്യ മഹാപ്രഭു മതമിതം തത്രാദരോ ന പരാ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ നമ്മളുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, കാരണം കറണ്ട് പോയി. നോക്കാം. അപ്പൊ നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ് വേണുഗീതം. എല്ലാ അധ്യായം മനോഹരമാണ്. വേണുഗീതം. വേണുഗീതത്തിലെ 12ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കറണ്ട് വന്നു. താങ്ക്സ് കൃഷ്ണ. 12ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ 12ാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ചെയ്തായിരുന്നു. കംപ്ലീറ്റ് ചെയ്തപ്പം നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ വേണുഗീതത്തിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതില് ഭഗവാനെ, അതായത് ഭഗവാൻ എല്ലാ സകല ചരാചരങ്ങളെയും ആകർഷിക്കാൻ ഭഗവാന് കഴിയുന്നുണ്ട്. ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ളത്, പക്ഷിമൃഗാദികളായാലും മരങ്ങളെയായാലും വൃന്ദാവനവാസികളെയായാലും ഈവൻ ദേവലോകത്തിലുള്ളവരെ എല്ലാവരെയും ആകർഷിക്കാൻ ഭഗവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഭഗവാൻ എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗോപികമാർ വരുന്ന ഭഗവാന്റെ രൂപശീല വേണു ഗാനമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് തീർന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഭഗവാന്റെ രൂപം, ശീലം, സ്വഭാവം, വേണു, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാവുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാന്റെ ഈ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ ആകർഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഭഗവാൻ എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നത്? ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം, അതിന്റെ ട്രാൻസ്ലേഷനും വായിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. 10, 21, 12. കൃഷ്ണം നിരീക്ഷ്യ വൈദോത്സവരൂപശീലം ശ്രുത്വാ ചതുർപ്പണിത വേണു വിഭക്തഗീതം ദേവ്യോ വിമാനഗതഃ സ്മരനുന്നസാര പ്രശ്യത് പ്രസൂനകപര മുമുഹുർവിനീവ്യ. കൃഷ്ണനെ ശ്രീകൃഷ്ണൻ നിരീക്ഷ്യ. ആര് നിരീക്ഷിച്ചിട്ട്? വനിതോ ഉത്സവ രൂപശീലം. ഭഗവാന്റെ എന്തു അന്വേഷിച്ച രൂപവും ശീലവും വനിതകൾ നിരീക്ഷിച്ചിട്ട് അവരുടെ ഉള്ളിൽ എന്തുണ്ടായി? ഉത്സവം ഉണ്ടായി. ആരാണ് ഇത് നിരീക്ഷിച്ചത്? ഏത് വനിതയാണ്? ദേവ്യോ വിമാനഗതയ. അവരാണ് നിരീക്ഷിച്ചത്. നിരീക്ഷനൊപ്പം എന്ത് വരുന്നു? ശ്രുത്വ, കേട്ടു. എന്ത് കേട്ടു? ത്വത്കണിത വേണു വിഭക്തഗീതം. വളരെ മനോഹരമായ ഭഗവാന്റെ വേണുഗീതം കേട്ടു. കേട്ടു കഴിഞ്ഞപ്പോ എന്ത് പറ്റി? സ്മരനുന്നസാര. സ്മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാമദേവന്റെ അസ്ത്രങ്ങളാൽ അവരുടെ ഹൃദയങ്ങൾ വിമർശിക്കപ്പെട്ടു. പ്രശ്യത് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. പ്രശ്യത് അല്ല, നുന്ന, ശുഭിതമാക്കപ്പെട്ടു ഹൃദയം.
ക്ഷുഭിതമാക്കപ്പെട്ട എന്ത് സംഭവിച്ചു? പ്രശ്യർ വീണു, പ്രസൂന കബര അവരുടെ പൂക്കൾ ചൊല്ലിയ തലമുടിയിൽ നിന്നും പൂക്കൾ വീണു. കാരണം അവരത്രമാത്രം മോഹിതരായി പോയിട്ട് അവർക്ക് പരിസരം വന്നിട്ട് അവരുടെ വസ്ത്രം മുമൂഹുർ വിനീവ്യ അവരുടെ വസ്ത്രങ്ങളും അഴിഞ്ഞു പോയത് പോലും അവരറിഞ്ഞില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങള് ഈ ദേവീ ദേവതമാര് വിമാനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ വൃന്ദാവനത്തിൽ വേണുനാഥം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ കണ്ടിട്ട് അവരുടെ മനസ്സ് ഇളകിപ്പോയി. അപ്പം ഇവിടെ ഭഗവാന്റെ കൃഷ്ണ നിരീക്ഷ അവര് നിരീക്ഷിച്ചത് എന്തുവാണ്? രണ്ട് കാര്യമാണ്. ഒന്ന് ശ്രുത്വ, രണ്ട് നിരീക്ഷ. നിരീക്ഷിച്ചത് ഭഗവാന്റെ രൂപവും ശീലവും, ശ്രുത്വ കേട്ടത് ഭഗവാന്റെ വേണുഗീതവും. അപ്പം അതിശയകരമായ ഭഗവാന്റെ സുന്ദര രൂപം അതാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. ഭഗവാന്റെ വ്യക്തിത്വം അതാണ് ശീലം. അപ്പൊ ഒപ്പം ശ്രുത്വ കേട്ടിട്ട് എന്ത് കേട്ടിട്ട്? വേണു വിവക്ത ഗീതം, വ്യക്തമായ സുന്ദരമായ ഭഗവാന്റെ വേണുഗീതം കേട്ടിട്ട് അവർക്ക് എന്താണ് സംഭവിച്ചത്? വനിത ഉത്സവ, വനിതകളുടെ ആ സ്ത്രീകളുടെ മനസ്സിൽ ആഘോഷം, സന്തോഷം പൊട്ടിനിറഞ്ഞു. അപ്പൊ ഇവിടെ കൃഷ്ണ വിരഹത്തിന്റെ നോക്ക്, ഇവിടെ പിന്നെ ഏത് സമയത്ത് അവർ ഭഗവാനെ കണ്ടോ അവരുടെ ഉള്ളിൽ കൃഷ്ണ വിരഹത്തിന്റെ വേദനയും മാധുര്യം ഒരേ സമയത്ത് വന്നു. കൃഷ്ണ വിരഹത്തിന്റെ എങ്ങനെയാ വന്നത്? അതായത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ വി ആർ എറ്റർണൽ സെർവന്റ് ഓഫ് കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണ്. ആ ബോധം നമ്മളുടെ ഇന്നില്ല. ആ ഇൻഫർമേഷൻ ഉണ്ട്, ബോധമില്ല. ഏത് സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ബോധം വരുന്നോ നമുക്ക് ഒരു നിമിഷം പോലും കൃഷ്ണനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഏത് സമയത്തായാലും നമുക്ക് കൃഷ്ണന്റെ പ്രസൻസ്, കൃഷ്ണനെ കാണാൻ നമുക്ക് അതാണ് വൃന്ദാവനവാസികൾക്ക് കൃഷ്ണനെ കാണാതെ അവർ കരയുന്നതിന് കാരണം അതാണ്. അപ്പം ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിയുമ്പം ആ ബോധം നമ്മളിൽ നിന്ന് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഭൗതിക വസ്തുക്കളോട് നമുക്ക് ആകർഷണം തോന്നുന്നത്. കൃഷ്ണനോട് ആകർഷണം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭൗതിക വസ്തുക്കളോട് ആകർഷണം തോന്നത്തില്ല. പിന്നെ ശ്രീരംഗത്ത് രാമാനുജരുടെ സമയത്ത് ശ്രീരംഗത്ത് മാസത്തില് ഒരു പ്രാവശ്യമാണെന്ന് തോന്നുന്നു, അതോ വർഷത്തിൽ ഒരു പ്രാവശ്യം എനിക്കറിയില്ല. ഭഗവാനെ ഞാൻ മാസത്തിൽ ഒരു ഉത്സവമാണത്, 8 ദിവസം നിൽക്കുന്ന ഉത്സവമാണത്. ഭഗവാനെ ഇങ്ങനെ പിന്നെ പല്ലക്കിൽ എത്തിക്കൊണ്ട് ആ അഗ്രഹാരം മൊത്തം ഇങ്ങനെ കറക്കിക്കൊണ്ടുവരും. ചെണ്ടമേളം, കുതിര, പിന്നെ ആന. ഭഗവാനെ തോളിലെടുത്തുകൊണ്ടാണ് ബ്രാഹ്മണർ വലിയ ഒരു രഥം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഭഗവാനെ വെളിയിൽ കൊണ്ടുവരും. നൂറുകണക്കിന് ബ്രാഹ്മണന്മാര് സാമവേദവും യജുർവേദവും ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ അതില് രാമാനുജന്റെ ഒരു ശിഷ്യര് ഒരു സ്ത്രീയെ മാത്രം, ഭഗവാൻ ഒരു സ്ത്രീയെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു സ്ത്രീയെ മാത്രം. രാമാനുജൻ ശ്രദ്ധിച്ചു. പ്രൊസഷൻ എല്ലാം കഴിഞ്ഞ് ഭഗവാൻ എല്ലാം അകത്ത് പോയി കഴിഞ്ഞപ്പോ ശിഷ്യനെ വിളിച്ചിട്ട്, നീ എന്താണ് ഭഗവാനെ നോക്കാതെ ആ സ്ത്രീയെ മാത്രം നോക്കിക്കൊണ്ട് നിന്നു? അവളുടെ കണ്ണ് അത്ര സൗന്ദര്യമായിരുന്നു, എനിക്ക് കണ്ടിട്ട് മതിയായില്ല, ഞാൻ അതുകൊണ്ട് മതിമറന്ന് നിന്നു പോയതാന്ന് പറഞ്ഞു. ഗുരുവല്ലേ, സത്യം പറഞ്ഞു. അപ്പൊ അതിനേക്കാൾ സൗന്ദര്യമുള്ള കണ്ണ് കണ്ടു കഴിഞ്ഞാലെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇത് നോക്കത്തില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നീ നാളെ രാവിലെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഭയങ്കര ഒരു അത്ഭുതം. ഇതിനേക്കാൾ മനോഹര കണ്ണെങ്ങനെയാ? രംഗനാഥസ്വാമി അയാളെന്നും കാണുന്ന, രംഗനാഥസ്വാമിയുടെ കണ്ണ് എന്നും അയാൾ കാണുന്നതാണ്. പക്ഷെ അതിനേക്കാൾ സുന്ദരമായിട്ടാണ് ഈ സ്ത്രീയുടെ കണ്ണ് കണ്ടത്. രാമാനുജരുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് രംഗനാഥസ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തിരിച്ചു, ഇപ്പൊ ഈ കണ്ണ് നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. കണ്ണ് കണ്ടു കഴിഞ്ഞപ്പോഴയാള് കരഞ്ഞുപോയി. കാരണം ഗുരു ത്രൂ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയത്. ഇത്രയും മനോഹര കണ്ണ് ഇവിടെ വെച്ചിട്ടാണ് ഞാനൊരു ജീവാത്മാവിന്റെ കണ്ണിന്റെ പുറകിൽ പോയത്. പറഞ്ഞതിന്റെ അർത്ഥം, ഏത് സമയത്ത് നമുക്ക് ഭഗവാനോടുള്ള യഥാർത്ഥ സ്നേഹം, പ്രേമം നമ്മുടെ ഉള്ളിൽ വരുന്നു, ഭൗതികമായ ചിന്തകൾ പോകും. അപ്പൊ ഇവിടെ ഈ ദേവകന്യകമാർക്ക് ഭഗവാനെ കുറിച്ച് ഓർമ്മയില്ലായിരുന്നു. ഭഗവാന്റെ നിത്യദാസനദാസിയാണെന്നുള്ള ആ ഒരു ബോധം നഷ്ടപ്പെട്ടു. ഏത് സമയത്ത് അവരുടെ ഉള്ളിൽ അത് വന്നു, അവർക്ക് ഭഗവാന്റെ വിരഹ വേദന അനുഭവപ്പെട്ടു. നോക്ക്, വിരഹത്തിൽ വേദനയുണ്ട്, മാധുര്യമുണ്ട്. ഭഗവാൻ ഏത് സമയത്ത് വൃന്ദാവനവാസികളെ വിട്ടിട്ട് പോയോ അത് കഴിഞ്ഞപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ ഭഗവാനെ സ്നേഹിച്ചതും പ്രേമിച്ചതും ഭഗവാനെ കുറിച്ച് സ്മരിച്ചതും. നമുക്ക് സ്വകീയ അവസ്ഥയും പരകീയ ഭക്തി, സ്വകീയ പരകീയ രണ്ടുമുണ്ട്. അപ്പൊ സ്വകീയം പരകീയില്, സ്വകീയം എന്ന് പറയുന്നത് പരകീയമാണ് ഏറ്റവും ടോപ്പ് മോശം. നമ്മളുടെ ബ്രഹ്മ വൈഷ്ണവ ഗൗഡിയ സമ്പ്രദായം പരകീയ ഭക്തിയിലാണ് കൂടുതലും. അതായത് ഭഗവാന്റെ ആബ്സെൻസിൽ ഭഗവാനെ സേവ ചെയ്യുക, ഭഗവാനെ പ്രേമിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ ഭക്തി ചെയ്യുക. അതാണ് ഏറ്റവും നമ്മളുടെ സാരം അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം ഈ ദേവസ്ത്രീകൾക്ക് ഒരിക്കലും കൃഷ്ണന്റെ സാമീപ്യം കിട്ടിയിട്ടില്ല, കൃഷ്ണനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ലോസായ മെമ്മറി അവർക്ക് തിരിച്ചു കിട്ടി. അപ്പൊ കൃഷ്ണപ്രേമത്തിൽ അവരുടെ ഹൃദയം ക്ഷുഭിതമാക്കപ്പെട്ടുള്ള എന്ത് സംബന്ധിച്ച് പ്രസൂനകപര മുമൂഹു വിനീവ്യ,
അവരുടെ മുടിയിൽ ചൂടുന്ന പൂക്കൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. അവരുടെ വസ്ത്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അവരറിഞ്ഞില്ല. വളരെ മനോഹരമായ 2 വാക്കുകളാണ് ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അത്? രൂപശീല. ഞാൻ പറഞ്ഞു വളരെ മനോഹരമായ 2 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രൂപശീല എങ്ങനെ മനോഹരമാകുന്നത്? നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് അതെങ്ങനെയാണ് എന്താ പറയുന്നത്, മനോഹരമാകുന്നത്? നോക്ക്, കൃഷ്ണനെ സംബന്ധിക്കുന്നതെല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധം, നാമമാകാം, രൂപമാകാം, കൃഷ്ണനെ സംബന്ധിച്ച് എന്താണോ അത് മനോഹരമാണ്. അതിനേക്കാൾ മനോഹരമായിട്ട് സൃഷ്ടിയിലൊന്നുമില്ല. എന്തെല്ലാം കൃഷ്ണനെ സംബന്ധിക്കുന്നുണ്ടോ അതെല്ലാം മനോഹരമാണ്. അപ്പൊ ഇവിടെ ഭഗവാന്റെ രൂപവും ശീലവും പറഞ്ഞു കഴിഞ്ഞപ്പം അത് കൃഷ്ണനെ സംബന്ധിക്കുന്നുണ്ട്, അത് മനോഹരമാണ്. അപ്പൊ നെക്ടർ ഓഫ് ഡിവോഷൻ, ഭക്തിരസാമൃത സിന്ധുവില് രൂപഗോസ്വാമി പ്രകാരം പറയുന്ന ഒരു വളരെ മനോഹരമായ ഒരു വരിയാണത്. അസാമാന ഊർത്ത രൂപമുഖശ്രീ വിസ്മാപിത ചരാചരം. അത് ഒരു ശ്ലോകത്തിന്റെ വരിയാണത്. അസാമാന ഊർത്ത, അസാമാനം എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്തത്, അതിന് സമാനമായിട്ട് ഒന്നുമില്ലാത്ത, അസാമാന്യ കഴിവാന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആ കഴിവിന് തുല്യമായിട്ട് വേറൊരു കഴിവില്ല. അതിന്റെ അർത്ഥം നമുക്ക് അറിയത്തില്ല, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അസാമാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാനമായിട്ട്. ഇപ്പൊ അസാമാന്യ ഊർധ, ഊർധ എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ, സമാനമായിട്ടോ മുകളിലോട്ടോ ഇല്ല. എന്ത്? രൂപമുഖശ്രീ, ഭഗവാന്റെ മുഖത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് തുല്യമായിട്ട് ഈ മൊത്തം സൃഷ്ടിയിലോ അതിന് മുകളിലുള്ളത് പോട്ടെ, തുല്യമായിട്ടില്ല പിന്നെ അങ്ങനെ മുകളിൽ പോകുന്നേ. അപ്പൊ ഭഗവാന്റെ മുഖത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഐശ്വര്യത്തിന് തുല്യമായിട്ട് അസാമാന്യം ഊർധ രൂപമുഖശ്രീ, ആ രൂപത്തിന്റെ, ആ മുഖത്തിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ വിസ്മാപിത ചരാചരം. വിസ്മാപിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീവിൽഡർ ആകുക, എന്താ പറഞ്ഞാൽ മോഹിക്കുക, സമ്മോഹിപ്പിക്കുക. ചരവും അചരവും, അതാ ഞാൻ നേരത്തെ പറഞ്ഞു ചരവചരവും വരുന്നുണ്ടെന്ന്. അപ്പൊ നമുക്കറിയാം വൃന്ദാവനത്തിൽ ചരങ്ങളായിട്ടുള്ളതെന്ന് പറയുമ്പം മനുഷ്യരായി, പക്ഷികളായി, മൃഗങ്ങളായി. ഇനി അചരങ്ങളായിട്ടുള്ളതോ വൃക്ഷലതാദികൾ പോലും ഭഗവാന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുന്നു. അതാണ് ഭഗവാന്റെ സൗന്ദര്യം. ആ രൂപമാണ് ഇവിടെ ദേവസ്ത്രീകൾ കാണുന്നത്. അപ്പൊ സകല ചരാചരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ദേവസ്ത്രീകളും അതിൽ വരുന്നതാണ്. അപ്പൊ ഭഗവാന്റെ മുഖശ്രീ വിസ്മാപിത ചരാചര, അസാമാന്യ ഊർധ രൂപമുഖശ്രീ വിസ്മാപിത ചരാചര. മനോഹരമായിട്ടാണ് രൂപഗോസ്വാമി വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാന് മുകളിലുള്ളത് പോട്ടെ, തുല്യമായിട്ട് പോലും ഈ സൃഷ്ടിയിൽ ഒരു ഉദാഹരണം പറയില്ല. നമുക്കൊക്കെ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ കാർമികത്തിന്റെ നിറവോ താമരയുടെ സൗന്ദര്യമൊക്കെ പറയുന്നത്, വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഭഗവാനെ ഉപയോഗിക്കാൻ പറ്റിയതൊന്നും ഈ സൃഷ്ടിയിലില്ല. ഭഗവാനെ ഉപയോഗിക്കാൻ പറ്റിയത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് ഗോപന്മാരും ഗോപികമാരും ഒക്കെ ബീവിൽഡാകുന്നത് നമുക്ക് മനസ്സിലാവും. ഒപ്പം പശുക്കളും പക്ഷികളും മൃഗങ്ങളും അതും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവും. പക്ഷെ വൃക്ഷങ്ങൾ പോലും, ലതകൾ പോലും പൂക്കൾ പൊഴിക്കുന്നത് ഭഗവാനെ കണ്ടിട്ട്, ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ടാണ്. അപ്പൊ 12ാമത്തെ ശ്ലോകം അനുസരിച്ച് മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും, ഇപ്പൊ ഞാൻ പറഞ്ഞു ചരാചരങ്ങളിൽ നമ്മൾ മനുഷ്യരും മൃഗങ്ങള് വൃക്ഷലതാദികൾ. പക്ഷെ 12ാമത്തെ ശ്ലോകത്തിൽ അതിനും അപ്പുറം അവർ പോയി ദേവസ്ത്രീകൾ. കാര്യം ദേവസ്ത്രീകൾ എന്ന് അല്ലെങ്കിൽ ദേവന്മാരെന്ന് പറഞ്ഞാൽ അവര് സൃഷ്ടിയിൽ ഭഗവാനെ മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവരാണ്. അപ്പൊ നമ്മള് കൂട്ടല്ലല്ലോ. അപ്പൊ അവര് സൗന്ദര്യം കണ്ടാണ് ഇരിക്കുന്നത്, ലക്ഷ്മി. അപ്പൊ ഈ സൗന്ദര്യമൊക്കെ കണ്ടിട്ടും അവർ ഈ ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് ബീവിൽഡറായപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വലിയ സൗന്ദര്യമാണ് ഭഗവാന്റെ. അതാണ് ഭഗവാന്റെ രൂപം. അപ്പൊ രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ സൗന്ദര്യത്തിന് മുകളിൽ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, അതിനൊപ്പം പോലും ഒന്നുമില്ല, അസാമാന്യം. ചൈതന്യ ചരിതാമൃതത്തില് ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിയോട് പറഞ്ഞൊരു രുചിയുണ്ട്, മാധുര്യം ഭഗവത് സാരഹ. ഭഗവാന്റെ ഭഗവത്തിന്റെ സാരം എന്ന് പറയുന്നത് മാധുര്യമാണ്. അതെന്തോടെ മാധുര്യം എടുത്തു പറഞ്ഞത്? നമുക്ക് ഭഗവത്തിന്റെ ഐശ്വര്യമോ ബലമോ കീർത്തിയോ യശസ്സോ ഒന്നും അല്ല അതിന്റെ സാരം എന്ന് പറയുന്നത്. ചൈതന്യമോ സ്വയം ഭഗവാൻ പറഞ്ഞത് അത് ഭഗവാന്റെ സൗന്ദര്യമാണ്, ഭഗവാന്റെ ആ മധുരിമയാണ്. അപ്പൊ മധുരം എന്ന് പറഞ്ഞ ഈ എസൻസ് എന്ന് പറഞ്ഞതാണ്. അതായത് ഭഗവാന്റെ പരാശര മുനി വിഷ്ണുപുരാണത്തില് ഷഡൈശ്വര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഷഡൈശ്വര്യങ്ങളുടെ മൊത്തം ഭഗവാന്റെ എസൻസ് അല്ലെങ്കിൽ സാരം എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപം, ഭഗവാന്റെ സൗന്ദര്യമാണ്. അപ്പൊ കൃഷ്ണന്റെ ശരീരം അത്രമാത്രം മനോഹരമാണ്. പരാശരമുനി പറഞ്ഞിരിക്കുന്ന ഐശ്വര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഷഡൈശ്വര്യം. അതിൽ ഏറ്റവും വലുത് ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത്. നോക്ക്, ഈ 6 ഐശ്വര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് പരിപൂർണമായിട്ട് ഈ സൃഷ്ടിയുടെ ഒരാളുടെ ഉള്ളൂ, ഭഗവാന്റെ അല്ലേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് മുകേഷ് അംബാനിയോ അല്ലെങ്കിൽ അദാനിയോ ഒക്കെ സമ്പന്നരാണ്.
ഈ ഭൗതിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്ന അവരായിരിക്കും. പക്ഷെ ഭഗവാന്റെ സമ്പത്ത് എന്തുവാ? ഒന്ന്, ഭഗവാന്റെ സേവ ചെയ്യുന്ന സ്വയം ലക്ഷ്മിയാണ്, സകല സമ്പന്നത്തിന്റെ ഉറവിടം. അതുപോലെ തന്നെ ദ്വാരകരയിൽ 16,108 ഭാര്യമാർക്ക് ഒരു 16,108 ബംഗ്ലാവ്, കൊട്ടാരം, ബംഗ്ലാവ് എന്ന് പറയാൻ പറ്റില്ല, കൊട്ടാരം. ആ കൊട്ടാരം എന്തുകൊണ്ടുണ്ടാക്കിയത്? സ്വർണം കൊണ്ടുണ്ടാക്കിയത്. അതിലെ ഫർണിച്ചറും എല്ലാം സ്വർണം കൊണ്ടാണ്. 16,108 കൊട്ടാരം സ്വർണം കൊണ്ട്. ഓരോ കൊട്ടാരത്തിലും ബ്രാഹ്മണർക്ക് ഭഗവാൻ ദിവസവും 13,000 പശുക്കളെ വീതം ദാനം കൊടുക്കുമായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം നമ്മളിപ്പോ കണ്ടിട്ടുള്ള ഒരു പശു, ഒരു 1.5 പശുവിനൊക്കെ ഒരു വീട്ടിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഉറുമ്പ്, ആ ഉറുമ്പ് ഭാര്യയും ഭർത്താവോട് ജീവിക്കുകയാണ്. ഈ ഭർത്താവ് വന്നിട്ട് ഒരു ഉറുമ്പിനോട് പറഞ്ഞു, എടീ, ഞാനിതൊരു അത്ഭുതം കണ്ടു. എന്തോ മനുഷ്യൻ നിങ്ങൾ അത്ഭുതം കണ്ടേ? ഒരു മനുഷ്യൻ ഒരു ചാക്ക് നെല്ല് തലയെ വെച്ചുകൊണ്ട് വന്നിട്ട് പെണ്ണുപിള്ള ചിരിച്ച് കയ്യിലെ ചായ താഴെ പോയി. ഒരു ചാക്ക് നെല്ല്, ഇവിടെ ഒരു നെല്ല് എടുക്കുന്ന പാട് നമുക്കറിയാം. അപ്പോഴാ ഒരു ചാക്ക് നെല്ല്. നിങ്ങൾക്ക് ഒറ്റ പിടിച്ച മനുഷ്യയാണ്. കാര്യം എന്താ? ആ ഉറുമ്പ് ഒരു നെല്ലിൽ കൂടുതൽ കണ്ടിട്ടുമില്ല, എടുക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പൊ അതിന്റെ വിചാരം അതിനേക്കാൾ കൂടുതലൊന്നുമില്ല. എപ്പോഴീ ഭഗവത് തത്വമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ ഈ ഭൗതികതമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഐശ്വര്യ റായിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ സൗന്ദര്യമായിട്ട് കമ്പയർ ചെയ്യും. ഭഗവാന്റെ സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ കമ്പയർ ചെയ്യും. ഭഗവാന്റെ കഴിവിനെ കുറിച്ച് ഇപ്പൊ ഭഗവാൻ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് 7 പകൽ 7 രാത്രി ഗോവർദ്ധൻ പൊക്കി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഒരു കിലോ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ നമ്മളുമായിട്ട് ഭഗവാനായിട്ട് ഈ ഉറുമ്പ് ചെയ്ത മാതിരി, കാര്യം ഉറുമ്പ് അത്രേ കണ്ടിട്ടുള്ളൂ, നമ്മളും അത്രേ കണ്ടിട്ടുള്ളൂ. ഭഗവാന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ 16,108 ഭാര്യമാർക്ക്, റാണിമാർക്ക് 16,108 കൊട്ടാരം പണിഞ്ഞിട്ട്, സ്വർണം കൊണ്ടുള്ള കൊട്ടാരം, അവിടുത്തെ കസേരയും മേശയും എല്ലാം സ്വർണം കൊണ്ടുള്ള പാത്രങ്ങൾ സ്വർണം കൊണ്ട്. എന്നിട്ട് എവരി ഡേ ഓരോ കൊട്ടാരത്തിലും ഇരുന്നിട്ട് ഭഗവാൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തത് 13,000 പശുക്കളെയാണ്. 13,000 കൊണ്ട് ഇൻറ്റു 16,108 ഒന്ന് കൂട്ടാൻ പോലും നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഒരു വർഷവും. അതാണ് ഭഗവാന്റെ ഐശ്വര്യം. അതിനേക്കാൾ ഐശ്വര്യം ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഭഗവാന്റെ കീർത്തി, യശസ് നോക്ക്. 5,500 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ വെണ്ണ കെട്ടത്. 5,500 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ ലീലയാട്. ഇന്നും നമ്മൾ ഇവിടെ എന്ന് പറയുന്നു. ഇന്നും നമ്മൾ 5,500 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഇവിടുന്ന് അതിനെക്കുറിച്ചാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ഇത്രയും കീർത്തി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളാരെങ്കിലും വെണ്ണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടി കിട്ടും, കുറെ നാൾ കള്ളാന്നുള്ള പേരും കിട്ടും. പക്ഷെ ഭഗവാൻ വെണ്ണ കട്ടിട്ട് 5,500 വർഷങ്ങൾക്ക് ശേഷവും നമ്മളിത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതാണ് ഭഗവാന്റെ യശസ്, ഭഗവാന്റെ കീർത്തി എന്ന് പറയുന്നത്. കീർത്തി ആർക്കാണുള്ളത്? ഈ വെണ്ണ കാര്യം പഴയപ്പോഴാണ് ഓർത്ത ഒരു കാര്യം, ഒരു ലീല ഭഗവാന്റെ. ഈ ഗോപികമാര് പഠിച്ച പണി 18 നോക്കി വെണ്ണ ഭഗവാൻ കട്ടുകൊണ്ട് പോകാതിരിക്കാൻ. പക്ഷെ അത് പ്രത്യക്ഷമായിട്ടുണ്ട്. പരോക്ഷമായിട്ട് അവർ ആഗ്രഹിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണൻ വന്ന് വെണ്ണ മൂട്ടിച്ചിട്ട് പോകും. കൃഷ്ണൻ വെണ്ണ മൂട്ടിച്ചു കഴിഞ്ഞാൽ ആ വെണ്ണ ഏറ്റവും ബെസ്റ്റ്, ആത്മാർക്ക് ഏറ്റവും നല്ലതിന് സീലടിക്കത്തില്ല. കൃഷ്ണൻ മൂട്ടിച്ച വെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് അവർക്കറിയാം. അപ്പൊ അവരതിന് കൃഷ്ണൻ കട്ടിട്ട് പോകണമെന്നുകൊണ്ട് പിന്നെ പലയിടത്തും എടുത്ത് മാറ്റി വെക്കും. ചിലപ്പോൾ വിളക്കെല്ലാം കെടുത്തി വെക്കും, കാണത്തില്ല. പക്ഷെ കണ്ണന്റെ കയ്യിലെ ആഭരണങ്ങളുടെ തെളിച്ചം, രത്നമാലകളുടെ ഒക്കെ തെളിച്ചം കൊണ്ട് തന്നെ അതെല്ലാം കൃഷ്ണ കാണാൻ പറ്റും. മേളി കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഉറിയടി മേളി കയറി അത് പൊക്കും, എവിടെ വെച്ചാലും പൊക്കും. അപ്പൊ അവസാനം ഈ ഗോപികമാര് ഒരു ഐഡിയ വെച്ചു. ഇവിടെ ഇവര് പോകുമ്പോൾ പാലും തൈരൊക്കെ വിൽക്കാനായിട്ട് മധുരയിലൊക്കെ പോകുമ്പോൾ രാവിലെ പോയാൽ രാത്രിയിലായിരിക്കും വരുന്നത്. ഈ ഗോപന്മാരോട് പറയും, അതായത് ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾ ഇവിടെ കാവലിരിക്കണം വീടിന്റെ വാതിക്കല്. ഉൻകെ ദോസ്തോ സാത്ത് ആയെങ്കിൽ തോ അന്തർ നഹീ ചോഡ്ന. കൃഷ്ണൻ അവരുടെ കൂട്ടുകാരായിട്ട് വന്നാൽ അകത്ത് പോകാൻ പാടില്ല. അപ്പം ഭർത്താക്കന്മാരെ തലകുലിക്ക് സമ്മതിക്കും. നോക്ക്, ആ കൃഷ്ണൻ വന്നിട്ട് ചിരിച്ച് കാണിക്കും, ആ ചിരി മയങ്ങി പോകരുത്, ഇല്ല എന്ന് പറയും. ഇവര് പോയി കഴിയുമ്പോൾ കണ്ണൻ അറിയാം ഏത് വീട്ടിലാണ് വെണ്ണ കൂടുതലുള്ളത്, ഏതാണ് ഏറ്റവും രുചിയുള്ളത്, എവിടെയാ വെച്ച്, ഇതൊക്കെ കണ്ണറിയാം. കണ്ണൻ വരുമ്പോൾ വടിയും പിടിച്ച് ഗോപൻ നിൽക്കുക. ഈ ഗോപനെ നോക്കിയിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിന്നുകൊണ്ട് ഒരു ചിരിക്കും. ഈ 3 വയസ്സ് 2 വയസ്സുള്ളതാണ്. ഈ ചരി കണ്ടു കഴിഞ്ഞാൽ ഈ വടിയും പിടിച്ചിരിക്കുന്ന ഈ ഗോപൻ ഇങ്ങനെ നിൽക്കും. കണ്ണൻ അകത്ത് പോയി എല്ലാം മോട്ടിച്ച് തിന്നിട്ട് പാത്രവും പൊട്ടിച്ച് അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ട്
അതൊക്കെ ഇറങ്ങിപ്പോവും. ഈ ഗോപൻ ടാറ്റയും കൊടുത്തിട്ടാ പോകുന്നത്. ഈ ഗോപൻ വൈകിട്ട് ഈ ഗോപികമാര് വരുന്നിടം വരെ ഈ വടിയും പിടിച്ചതുപോലെ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയായിരിക്കും, ആ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിട്ട്. അതാണ് കൃഷ്ണന്റെ സൗന്ദര്യം. ഗോപികാര് വരുമ്പോ ചോദിക്കും, പോയി ആയാത്താക്കിയ ഇത്. അവരകത്ത് ചെല്ലുമ്പോഴറിഞ്ഞ ഇതെല്ലാം പോയെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? അത് ചില സമയത്ത് വരുമ്പോ ചില വീട്ടില് വെണ്ണ കാണത്തില്ല, വെണ്ണ വെച്ചിട്ടില്ല. അപ്പൊ അവരുടെ കൊച്ചുങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ആ കൊച്ചിനായിട്ട് നല്ലൊരു നുള്ളു കൊടുത്തിട്ട് പറയും, അമ്മ മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റിന് മക്കളാണ് അനുഭവിക്കേണ്ടത്. എന്നിട്ട് ഓടിക്കളയും. ഈ കൊച്ചു കിടന്ന് കാണുമ്പോ പിന്നെ അവര് വരുമ്പോ തുട ചുമന്ന് കിടക്കും, പിച്ചിട്ട് പോകും. ഇനി കൊച്ചുങ്ങൾ ഇല്ലാത്ത വീടുകളാണെങ്കിലോ റൂമിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് പോകും. നീ ഇരുന്ന് തുടച്ചല്ലോ. അൾട്ടറിനകത്ത് കയറി ഇരുന്നിട്ട് അൾട്ടറിനകത്ത് കയറി ഇരിക്കും. വീട്ടിൽ അൾട്ടർ, എല്ലാ വീട്ടിലും അൾട്ടർ കാണും. അവിടെ ഗോപന്മാരുടെ വീട്ടില് അൾട്ടർ കയറിയിരിക്കും. ഭഗവാന്റെ ഇരിപ്പുണ്ടോ അത് അൾട്ടർ, അത് ആർക്കറിയില്ലല്ലോ. എന്നിട്ട് അതിനകത്ത് മൂത്രം ഒഴിച്ചിട്ട് പോകും. പിന്നെ അതുങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം. അത്ര വൃത്തികേടായിരുന്നു കൃഷ്ണൻ. അപ്പൊ നമ്മുടെ ഐശ്വര്യം കഴിഞ്ഞു, കീർത്തി കഴിഞ്ഞു, ബലം നമുക്കറിയാം. ഭഗവാന്റെ ബലം ചിന്തിക്കാൻ കൂടി കഴിയില്ല. 6 ദിവസം ഉള്ളപ്പോഴാണ് 12 മൈനുള്ള പൂതനെ താഴെ കൊണ്ടിട്ടത്. ഗോവർദ്ധന പർവ്വന്റെ ഉദ്ധാരണം. എത്രയോ വലിയ വലിയ ഭീകരമായ അസുരന്മാരെ ഭഗവാൻ ഒരു ആയുധം ഉപയോഗിച്ചില്ലല്ലോ. ഭഗവാൻ കൈ കൊണ്ട് കറക്കിയെടുത്തില്ലേ അടിച്ചത്. അതാണ് ഭഗവാന്റെ ബലം. അറിവ് 5-ാമത്തേത്. 4-ാമത്തേത് അറിവ്. നോക്ക്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വരുമ്പോ അർജുനൻ പറഞ്ഞിട്ടല്ല വന്നത്, പിന്നെ ഭഗവാൻ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഡൗട്ട് ചോദിക്കണം ഒന്നുമല്ല വന്നത്. അർജുനൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഭഗവാൻ വ്യക്തമായ മറുപടി 700 ശ്ലോകങ്ങളിൽ കൂടി 45 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ട് പോയി. ആ 700 ശ്ലോകങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിരുന്ന് പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു ശ്ലോകം മനസ്സിലാകുന്നില്ല. അതാണ് ഭഗവാന്റെ നോളജ്. വിരക്തി, അൺപാരലൽ റിനൗൺസിയേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക ഭഗവാന്റെ വിരക്തി. ഭഗവാന് ഏത് അവതാരത്തിലായാലും എത്രയോ യുദ്ധങ്ങൾ ഭഗവാൻ ജയിച്ചിട്ടുണ്ട്. എവിടെങ്കിലും ഭഗവാൻ അവിടെ ആ സംസ്കാരം, സനാതന ധർമ്മത്തിന്റെ ഏറ്റവും കാതൽ നമ്മൾ ആരുടെയും പിടിച്ചെടുക്കില്ല. ജരാസന്ധനെ കൊന്നു, മകൻ കൊടുത്തു. രാവണനെ കൊന്നു, മകന് കൊടുത്തു. ആരെയെല്ലാം ഭഗവാൻ വധിച്ചിട്ടുണ്ടോ ആ രാജ്യം ഭഗവാൻ എടുത്തിട്ടില്ല. ഭഗവാന്റെ ആവശ്യമില്ല, അത് അവർക്ക് തന്നെ കൊടുക്കുമായിരുന്നു. ഹസ്തിനപുരത്തിൽ ഭഗവാൻ ഇരിക്കായിരുന്നല്ലോ. പിന്നെ ദ്വാരയുടെ കൂടെ ചേർത്ത് മൊത്തം. അത് മാത്രമല്ല, ഭഗവാൻ ഒരു നിമിഷം പോലും രാധാറാണിയെ കാണാതിരിക്കാൻ പറ്റില്ല. ഒരു നിമിഷം പോലും രാധാറാണിയെ കാണാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും യശോദമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് അക്രൂരം വന്നിട്ട് വാന്ന് പറഞ്ഞപ്പോ എന്തുവാ, കയ്യും കാലും കഴിഞ്ഞ് വാന്ന് പറഞ്ഞു. ഇതാണ് വിരക്തി, ഇതാണ് റിനൗൺസിയേഷൻ. നമ്മൾക്ക് ഇന്നും നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പത്ത്, എന്റെ വീട്, എന്റെ കാറ്, ഇത് ഇങ്ങനെ ഇന്നാണെന്ന് തോന്നി ഞാനൊരു ലെക്ചർ കേട്ടപ്പോഴാണ് ഒരു ഡിവോട്ടിയുടെ, പിന്നെ രാധേശ്യാം പ്രഭുവിന്റെ ലെക്ചറായിരുന്നു കേട്ടത്. അന്നേരം രാധേശ്യാം പ്രഭുവാണ് ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞാൽ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം വീട്ടുകാരൻ വരും, എന്നിട്ട് നോക്കും പെയിന്റ് പോയിട്ടുണ്ടോ, അവിടെ എന്താണ്, ഇവിടെ എന്താണ്, ധൂപ്പ് കത്തിച്ചപ്പോൾ അതിന്റെ പുക അവിടെ കൊള്ളരുത്, ഇവിടെ ഇങ്ങനെ ആണി അടിച്ചിട്ടുണ്ടോ, എല്ലാ ആഴ്ചയിലും വന്ന് നോക്കും. എന്തൊരാസക്തി ഇത് നോക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനത്തോടെ നമുക്ക് അട്രാക്ഷൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ ഭൗതികമായോ ആധ്യാത്മികമായോ ഒരു അട്രാക്ഷനെ പറ്റത്തുള്ളൂ. ഒരു സമയത്ത് 2 അട്രാക്ഷൻ പറ്റത്തില്ല. ഭൗതികമായ ആസക്തി ഉണ്ടെങ്കിൽ ആധ്യാത്മികമായ വിരക്തിയായിരിക്കും. ആധ്യാത്മികമായ ആസക്തി ഉണ്ടെങ്കിൽ ഭൗതികമായ വിരക്തിയായിരിക്കും. ഇത് 101% ആണ്. അത് നമുക്ക് തന്നെ നമ്മളോട് ചോദിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഉള്ളിലോട്ട് പോയി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ എത്രമാത്രം 24 മണിക്കൂർ 6-7 മണിക്കൂർ ഉറങ്ങുന്നത് പോട്ടെ, 8 മണിക്കൂർ, ബാക്കി 16 മണിക്കൂർ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകും നമ്മൾ എത്രമാത്രം കൃഷ്ണനോട് അടുത്തിട്ടുണ്ട്. ഉറക്കത്തിലെ പോട്ടെ, ഉറക്കത്തിലും ഗുരുമഹാരാജ് കൗണ്ടറിൽ ജപിച്ചുകൊണ്ട് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഹെൽപ്പർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വേണ്ട. പക്ഷെ നമ്മൾ ജോലി എന്തും ചെയ്തു, ഓഫീസിൽ ജോലി ചെയ്തു, അടുക്കളയിൽ ജോലി ചെയ്തു, എവിടെയെങ്കിലും വായിക്കോ, പക്ഷെ ചിന്തിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ജോലി ചെയ്യുന്ന കൈകാലികളും ഉണ്ടല്ലേ. അപ്പൊ ഈ 18 അല്ലെങ്കിൽ 16 മണിക്കൂറിൽ നമ്മൾ എത്ര മണിക്കൂർ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതാണ് നമ്മുടെ ചേതന. ഇത്രേ ഉള്ളൂ കൺക്ലൂഷൻ അതിന്റെ. ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, അതനുസരിച്ച് നമുക്ക് മനസ്സിലാകും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ വിരക്തി നമുക്ക് ഭഗവാനിൽ പഠിക്കണം. ബ്യൂട്ടി, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഞാൻ കുറിച്ച് പറഞ്ഞില്ല.
അപ്പൊ ഇത്രയും 6 ഒപ്പുലൻസ് പരിപൂർണമായിട്ട് എവിടെ കാണുന്നോ അത് കൃഷ്ണൻ. അപ്പൊ ആരാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ആരെങ്കിലും നമുക്ക് ചോദിക്കുകയാണ് കൃഷ്ണനാണ് ദൈവം അല്ലെ ഭഗവാൻ എന്നുള്ളത് എന്താ തെളിവ്? ഇതാ തെളിവ്. വേറെ ആരെങ്കിലും പറയും എല്ലാവരും ദൈവം ഒന്നാണ് എന്നാൽ ഈ ക്വാളിറ്റി ഉണ്ട് പരിപൂർണമായിട്ട്, ഉണ്ടെങ്കിൽ ദൈവമാണ്, ഇല്ലെങ്കിൽ അല്ല. ഉണ്ടെങ്കിൽ ഭഗവാനാണ്. ഇത് നമ്മൾ പറയുന്നതല്ല, വിഷ്ണു പുരാണം പറയുന്നതാണ്, പരാശരമുനി പറയുന്നതാണ്, വ്യാസഭഗവാന്റെ അച്ഛൻ പറയുന്നത്, ശുഖഗോസ്വാമിയുടെ അച്ഛൻ വ്യാസഭഗവാന്റെ അച്ഛൻ പറയുന്നതാണ്. അപ്പൊ അതിന് കുറിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല. അപ്പൊ ആരെങ്കിലും പലപ്പോഴും പറയാറുണ്ട് ഈ ഇതും ദൈവം അതും ദൈവം മറ്റേതും ദൈവം മറിച്ചതും ദൈവം. ഭഗവാനാണ്, എല്ലാം ഭഗവാനാണ്, എല്ലാം ഒന്നാണ്. ആണെങ്കിൽ ഇതാരും ഉണ്ടെങ്കിൽ പറ. ഈ ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ചില ആധുനിക ഈശ്വരപ്പ ദൈവന്മാരുണ്ട്, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അവരോടും പറയാം ഗോവർദ്ധനൊന്നും പൊക്കണ്ട, 1 കിലോ ഭാരം ഒരു ദിവസം 7 ദിവസം ഉണ്ട്, ഒരു ദിവസം പിടിച്ചോണ്ടിരിക്കാവുന്ന വരും. ബലം ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ ഈ ഐശ്വര്യത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന എന്താണ്? ഇതിനെല്ലാം ഈ 6 ഷഡൈശ്വര്യത്തിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ, സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ സൗന്ദര്യം, ആൾ അട്രാക്റ്റീവ്. ചിലർക്ക് നോക്ക്, ഇപ്പൊ എനിക്ക് സമ്പത്ത് വേണ്ട, ഞാൻ പറയാം എനിക്ക് സമ്പത്തുണ്ട്, ഭഗവാന്റെ സമ്പത്ത് എനിക്ക് വേണ്ട. ഭഗവാന്റെ അറിവ് എനിക്കുള്ള ഇത് എനിക്ക് ഹരേ കൃഷ്ണ എനിക്ക് വേറെ അറിവും വേണ്ട. ഈ 6 ഐശ്വര്യങ്ങളിൽ 5 നമുക്ക് വേണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ 5നോട് ആകർഷണം ഇല്ലാതെ വരാം. പക്ഷെ ഭഗവാന്റെ സൗന്ദര്യത്തിനോട് ആകർഷണം ഇല്ലാതെ വരാൻ ആർക്കും പറ്റില്ല. ഭഗവാന്റെ ശത്രുക്കളായിക്കോട്ടെ, ഭഗവാന്റെ ഈശ്വരഭക്തി ഇല്ലാത്തവരായിക്കോട്ടെ, ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഇവൻ വിഗ്രഹം പോലും ശരിക്കും ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അത് വിഗ്രഹം കണ്ട അവർക്ക് തോന്നില്ല. കാരണം യഥാമാ പ്രബദ്ധന്തെ താം സദാ ഭജാമ്യഹം, എന്നെ എങ്ങനെ ആര് കാണുമോ ഞാനും അവരെ അതുപോലെയാണ് കാണുന്നതാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. അപ്പം എവിടെയാണോ നമ്മൾ ഭഗവാനെ കാണുന്നത്, ആ സമയത്ത് നമുക്ക് ഈ 6 ഐശ്വര്യങ്ങളും ഭഗവാനിൽ കാണാൻ പറ്റും. 6 ഐശ്വര്യങ്ങൾ നമുക്ക് ഭഗവാനിൽ കാണാൻ പറ്റും. അതിൽ ഏറ്റവും വലുതാണ് ഭഗവാന്റെ സൗന്ദര്യം. വൃന്ദാവനത്തിലെ ആ ത്രിഭംഗ ലളിത രൂപം, അതാണ് നമ്മുടെ ഇതിനകത്ത് പറയുന്നല്ലേ, ബ്രഹ്മസമയം ആലോല ചന്ദ്ര കലസത് വനമാല്യ വംശി രത്നാംഗതം പ്രണയ കേളി കലാവിലാസം ശ്യാമം ത്രിഭംഗ ലളിതം നിയത പ്രകാശം. അപ്പൊ ഈ ഭഗവാന്റെ എറ്റർണൽ ഫോമാണിത്. ഭഗവാന്റെ യഥാർത്ഥ ഫോം എന്ന് പറഞ്ഞാൽ ഈ 3 വളവുള്ള ഫോമാണ്. കൃഷ്ണന്റെ യഥാർത്ഥ രൂപമാണത്. രാമനായിട്ട് വരുമ്പോഴോ നരസിംഹനായിട്ട് വരുമ്പോഴോ വാമനായിട്ട് വരുമ്പോഴോ ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കത്തില്ല. ഭഗവാന്റെ യഥാർത്ഥ രൂപം. ആ ശ്ലോകത്തിന്റെ അർത്ഥം ബ്രഹ്മസംഹിതയുടെ ആലോല ചന്ദ്ര കലസത് വനമാല്യ വംശി, അതായത് ചന്ദ്രപതക്കത്താൽ അലങ്കരിച്ച പൂക്കളുടെ ഹാരം കഴുത്തിൽ അണിഞ്ഞവരും, ആലോല ചന്ദ്ര വനമാല്യ വംശി, ആലോല ചന്ദ്രിക വനമാല്യ വംശി രത്നാഭരണങ്ങളാലും ഓടക്കുഴലാലും 2 കൈകളും അലങ്കരിക്കപ്പെട്ടവനും, രാസലീലകളിൽ ആഹ്ലാദിക്കുന്നവനും, സുന്ദരമായ ത്രിഭംഗവും ശാശ്വതവുമായ, ഇത് ബ്രഹ്മാവ് പറയുന്നതാണ്. അപ്പൊ ഭഗവാന്റെ ശാശ്വതമായ രൂപമാണ് ത്രിഭംഗമാണ്. ഈ ത്രിഭംഗ രൂപം വൃന്ദാവനത്തിൽ മാത്രമേ ഉള്ളൂ. മധുരയിലില്ല, ദ്വാരകയിലില്ല, വേറെ ഒരു അവതാരത്തിലുമില്ല. ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. ആരാധിക്കുന്നു? ബ്രഹ്മാവ്. അപ്പൊ ഇവിടെ ഈ ത്രിഭംഗ ലളിതം ഞാൻ പറഞ്ഞു വൃന്ദാവനത്തിൽ മാത്രമേ ഉള്ളൂ, ദ്വാരകയിലും മധുരയിലും ഇല്ല. ഭഗവാൻ വൃന്ദാവനത്തിൽ മാത്രമേ ഉള്ളൂ. ഓടക്കുഴലും ഈ മയിൽപ്പീലിയും ത്രിഭംഗ ലളിതം അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങുമില്ല. അപ്പൊ ഈ ത്രിഭംഗ ലളിതം എന്തുകൊണ്ടാണ് വൃന്ദാവനത്തിൽ ഭഗവാൻ ഇങ്ങനെ വായിക്കുന്നത്? അത് നമ്മുടെ ആചാര്യന്മാര് വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്കൂളിൽ കുട്ടികൾ സ്കൂൾ ബാഗും തൂക്കിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ഈ പിള്ളേർ ഇത്തിരി മുമ്പോട്ട് ഇങ്ങനെ വരുന്നത്, അതായത് പുറയിലത്തെ ഭാരം കൊണ്ട് മുമ്പോട്ട് ജുക്കായിച്ചാ പോകുന്നത് അല്ലേ? കണ്ടിട്ടില്ലേ? സ്കൂളിൽ പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ടോ? ഒന്നി പുറകോട്ടല്ലേ മുമ്പോട്ട് ചരിഞ്ഞു പോകും. കാര്യം സ്കൂൾ ബാഗിന്റെ ഭാരം. ഈ ഭാരം അങ്ങ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലോ അവർ നേരെ നടന്നു പോകും. അപ്പൊ ചരിയുന്നതിന്റെ കാര്യം എന്താണ്? ഭാരം. വൃന്ദാവനവാസികളുടെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവർ കൃഷ്ണൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർ സ്മരിക്കുന്നത് കൃഷ്ണനെ മാത്രമാണ്. മക്കളെ സ്മരിക്കാറില്ല അമ്മമാര്, ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്മരിക്കാറില്ല, കൃഷ്ണനെ മാത്രമാണ് സ്മരിക്കുന്നത്. അപ്പൊ അവരുടെ ചിന്തകളിൽ കൃഷ്ണനാണ്, അവരുടെ വചനങ്ങളിൽ അവരിപ്പോ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൃഷ്ണ കീർത്തനം. അതാണ് യശോദമായി തൈര് കടഞ്ഞപ്പോ ഭഗവാനെ കുറിച്ച് കീർത്തനം ഭഗവാൻ ഓടി വന്ന് മടിയിരുന്നത്. അപ്പൊ സകല സമയത്ത് അവർ കീർത്തനം, എന്ത് ജോലി ചെയ്യുമ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവർ കീർത്തനം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികൾ അവർ ചെയ്യുന്ന എല്ലാം കൃഷ്ണന് വേണ്ടിയിട്ടാണ്.
കൃഷ്ണനെ വിട്ട് അവർക്കൊന്നുമില്ല. അപ്പൊ ഈ 3 തരത്തിലുള്ള പ്രേമം ഭഗവാൻ ഭാരമായിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഭാരം? ഇതെനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഗോപികമാരോട് ഭഗവാൻ പറയുന്നുണ്ട് ഗോപികത്തിന് ശേഷം, നമുക്കത് എടുക്കാനുള്ളതാണ്. ബ്രഹ്മാവിന്റെ എത്ര ആയുസ് കഴിഞ്ഞാലും, 1000 ബ്രഹ്മാവിന്റെ ആയുസ് നമുക്ക് കാൽക്കുലേറ്റ് കൂട്ടാൻ പറ്റില്ല, നമുക്കറിയാമല്ലോ എത്ര കോടി വർഷങ്ങളാണ്. അത്രയും വർഷം ചെയ്താലും നിങ്ങളുടെ സ്നേഹത്തിനും പ്രേമത്തിനും എനിക്ക് തിരിച്ചു തരാൻ കഴിയില്ലല്ലോ. ഭഗവാൻ പറയുന്നുണ്ട് അവരോട്. ഒരുപാട് ശ്ലോകമുണ്ട് ഭാഗവതത്തില് ഇതിനെക്കുറിച്ച്. അപ്പൊ ഇവിടെ ഭഗവാന് വൃന്ദാവനവാസികൾ കൊടുക്കുന്ന പ്രേമം അവരുടെ സ്മരണയിലും അവരുടെ വാക്കുകളിലും അവരുടെ പ്രവൃത്തികളിലും, ഇത് ഭഗവാന് ഭാരമാകുന്നു പറഞ്ഞാൽ ഭഗവാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, ഭഗവാന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആടെ നിന്ന് എന്തെങ്കിലും കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, നമുക്കൊരു ഭാരമല്ലേ അത്. ഭഗവാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്നും വെക്കില്ല കയ്യിൽ, എന്തായാലും അത് തിരിച്ചു കൊടുക്കും. നമ്മൾ ഭഗവാൻ ഒരു പൂ അർപ്പിച്ചാലും ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ചു തരും. കൃഷ്ണൻ കടം വെക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാന് 3 വളവിൽ നിൽക്കുകയാണ്. അവരോട് പറയുകയാണ്, ഈ കടം എന്നിൽ എപ്പോഴും ഉണ്ട് വൃന്ദാവനവാസികളെ, എനിക്കത് ഒരിക്കലും തിരിച്ച് റീപേ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രേമം എനിക്ക് ഒരിക്കലും തിരിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ കൃപ. ഇത് ആചാര്യന്മാര് നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. ബാക്കി എങ്ങനെ എവിടെയോ ആ ഒരു മാധുര്യ പ്രേമമോ വാത്സല്യ പ്രേമമോ വേറെ എവിടെയും കാണാൻ പറ്റില്ല. അവിടെ സാഖ്യരസവും ദാസ്യരസവും ഒക്കെ കാണാൻ പറ്റുമായിരിക്കാം. അർജുന്റെ സാഖ്യരസമാണ്, റാണിമാരുടെ എല്ലാം ദാസ്യരസത്തിലാണ് അവർ. ഇവിടെ വാത്സല്യ രസവും മാധുര്യ രസവും ഒക്കെ നമുക്ക് വൃന്ദാവനത്തിലെ കാണാൻ പറ്റും. അപ്പം ഇവിടെ ഭഗവാന്റെ ഈ രൂപം, ഈ സൗന്ദര്യ രൂപം, ഏത് ത്രിഭംഗ ലളിതം, എല്ലാ ഐശ്വര്യങ്ങളുടെയും, അതായത് ഷഡൈശ്വര്യങ്ങളുടെ സാരമാണ്, എസൻസ് ആണ്. വേണും കുനന്ത അരവിന്ദതലായതാക്ഷം ബർഹാവതം സമസിതം ബുധ സുന്ദരാംഗം കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷൻ തമഹം ഭജ. നമുക്ക് ഒരു കാമദേവന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റത്തില്ല. കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ, കന്ദർപ്പ കോടി, അങ്ങനെ കോടിക്കണക്കിന്, അല്ലാതെ ഇങ്ങനെ പറയുന്നു ഉപമിക്കാൻ, എന്തെങ്കിലും ഒന്ന് ഉപമിക്കണ്ടേ. കോടി കാമദേവന്മാരുടെ സൗന്ദര്യം ഭഗവാന്റെ സൗന്ദര്യമായിട്ട് വർണ്ണിക്കാൻ പറ്റില്ല. കമ്പാരിഷൻ ഇല്ല. കമ്പാരിഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമം. അപ്പൊ നമ്മളെന്ന് പറഞ്ഞ അസാമാന്യ ഊർധ്വം, സമാനമായിട്ട് ഒന്നുമില്ല, ഊർധ്വമായിട്ട് വന്ന പിന്നെ എങ്ങനെ വർണ്ണിക്കുന്നേ? ഇതുപോലെ അതെന്ന് പറയുമ്പോൾ ഇത് രണ്ടും സമാനമായില്ലേ? അപ്പൊ കന്ദർപ്പ കോടി സമാനം എന്ന് പറയുമ്പോൾ 1000 കോടി അല്ലെങ്കിൽ എത്ര കോടി ആയാലും ശരി, അത്രയും കാമദേവന്മാരുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ അത് ഈക്വലായി. ഉപമിക്കാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും എങ്ങനെങ്കിലും ഉപമിക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞത്, കന്ദർപ്പ കോടി കമനീയ. ഭഗവാന്റെ സൗന്ദര്യം ത്രിഭംഗ ലളിതം. ഈ സൗന്ദര്യമാണ് ദേവസ്ത്രീകൾ വിമാനത്തിൽ നിന്ന് കണ്ടത്. അപ്പൊ അവർക്ക് മോഹാലസ്യം വന്നില്ലെങ്കിൽ പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശനം, സത്യത്തിൽ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്നും മധുരയിലേക്ക് പ്രവേശിക്കുന്ന ഭയങ്കര കോപത്തോടു കൂടിയാണ്. എന്താ കാരണം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എൻ്റെ അച്ഛനമ്മമാരെ ഇത്രയും നാൾ ജയിലിലിട്ടു, കവറിലിട്ടു. അമ്മയുടെ ഉദര, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പറഞ്ഞ എൻ്റെ സഹോദരന്മാരല്ലേ, 6 പേരെ അടിച്ചു കൊന്നു. 7ാമത്തെ ദേവി രക്ഷപ്പെട്ടു, പിന്നെ 8ാമത്തെ ഭഗവാൻ രക്ഷപ്പെട്ടു. അല്ല, 7 വരെ അടിച്ചു കൊന്നു, 8ാമത്തെ രക്ഷപ്പെട്ടു. അപ്പൊ ഈ ഇതുകൊണ്ടുള്ള കംസനോടുള്ള ദേഷ്യം, പിന്നെ ഈ അതിനേക്കാൾ ദേഷ്യമാണ്. കാരണം സാധു സന്യാസിമാർക്കൊന്നും യജ്ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവരെ. അങ്ങനെ ആ വരുമ്പോൾ പോലും കാണുന്നവർക്ക് ഭഗവാന്റെ സൗന്ദര്യം, അതായത് മധുരയിലെ സ്ത്രീകള് ടെറസിന്റെ മേളിൽ നിന്നിട്ട് അവര് ഭഗവാൻ പോകുന്നതിനൊപ്പം നടന്ന് 2 ടെറസിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കാണാതെ താഴെ വീണ്ടും ശരീരം ഉപേക്ഷിച്ചവരുണ്ട്, മരിച്ചുപോയവരുണ്ട് മധുരയിലെ സ്ത്രീകൾ. പക്ഷെ അവർക്കൊക്കെ ഉടനെ സദ്ഗതി കിട്ടും. കാരണം എന്താ? ഭഗവാനെ കണ്ടുകൊണ്ടാണ്, ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ്. അന്ത്യകാലേജമായ സ്മരൺ മുക്ത കളേവരം അന്ത്യകാലേജമായ സ്മരൺ മുക്ത കളേവരം യത് പ്രയാതി സമദ്ഭാവ യാതിനാത്ര. അർജുന, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ആര് മരിക്കുന്നവർക്ക് കൈകൊണ്ട പ്രാപ്തി കിട്ടും. അത് ഭഗവാൻ പറയുന്നുണ്ട്, അന്ത്യകാലേജമായോ, എന്നെ മാത്രം സ്മരിച്ചുകൊണ്ട്. അന്ത്യകാലം മരണസമയത്ത്. ഈ മധുരയിലെ സ്ത്രീകള് ഭഗവാൻ ഇത്രയും ദേഷ്യത്തോട് വന്നിട്ടും മുഖത്ത് ആ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി ഒരിക്കലും മായത്തില്ല. ഉള്ളില് ദേഷ്യം, കംസനൊന്ന് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ അകത്തോട്ട് ചെന്ന് അവിടെ ആദ്യം കുബലയാപീഠം, അതായത് ആനകള്
നമ്മൾ കണ്ടിട്ടുള്ള ആനകളൊക്കെ ആ കുവലയ പീഠത്തിന് മുമ്പിൽ കുഴിയാന പോലെ ആയിരിക്കും, അത്ര വലുതാണ് കുവലയ പീഠം. അതിന്റെ കൊമ്പ് വലിച്ചൂരി അതിനെ കൊന്നത്, അതിന്റെ കമ്പ് വലിച്ചൂരി അതിനെ കൊന്നു, ആ കൊമ്പും തോളെ വെച്ചിട്ടാണ് ചാണൂർ മുഷ്ടിക്കെടുക്ക പോയിട്ട് അവരെയും കൊന്നിട്ടാണ് പോയിട്ട് കംസനെ കൊല്ലുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ മധുരയിലെ സ്ത്രീകൾക്ക് പ്രേമഭാവത്തോടു കൂടിയാണ് ഭഗവാനെ. ഒന്ന് ആലോചിച്ച് നോക്കുക അവന്റെ സൗന്ദര്യം. ഇതൊക്കെ ചെയ്യുമ്പോഴും അവർ പ്രേമഭാവത്തോടു കൂടിയാണ് കൃഷ്ണനെ കാണുന്നത്. ആലോചിച്ചൊക്കെ, മല പോലെ വലിയ ആനയെ കൊന്നു. അന്ന് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ ഗുസ്തിക്കാരായ മല്ലന്മാരായ മുഷ്ടികൻ ചാണൂരിനെ കൊന്നു. ദേവന്മാർ പോലും കംസനെ അടിച്ചു കൊന്നു. അപ്പോഴും മുഖം പുഞ്ചിരിക്കുന്നതാണ്. എന്റെ മുമ്പിൽ മരാധ മദംഗോപാലിന്റെ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ എടുത്ത് മുഖം പുഞ്ചിരി നമുക്ക് കാണാം. അപ്പൊ ഇവിടെ വേറെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്, ഈ കൊമ്പ് കൊണ്ട് എന്തുകൊണ്ടാണ് കുവലയാപീഠത്തിനെ കൊന്നു, അതേ കൊമ്പ് കൊണ്ട് എന്തുകൊണ്ട് കൊന്നു, അതിന്റെ കാരണം വരെ അവർ പറയുന്നു, നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. അതായത് കുവലയാപീഠത്തിനെ കൊല്ലാൻ ഭഗവാൻ അസ്ത്രം ഉപയോഗിച്ചില്ല. ഭഗവാനിലെ എല്ലാം ഉണ്ട്, അമ്പും വില്ലും പരിചയം വാളും എല്ലാം ഉണ്ടല്ലോ, ശാരംഗം. ഭഗവാൻ അതൊന്നും ഉപയോഗിക്കാതെ കുവലയാപീഠത്തിന്റെ കൊമ്പ് കൊണ്ട് കുവലയാപീഠത്തിനെ കൊന്നത് നിന്റെ കാരണം, നീ ഇത്രയും നാളുകൊണ്ട് വളർത്തിയെടുത്ത നിന്റെ ഈ കൊമ്പ് നീ ബാക്കിയുള്ളവരെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ വേണ്ടി, ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നീ വളർത്തിയെടുത്ത ഈ കൊമ്പ് നിന്റെ നാശത്തിന് കാരണം. അതേപോലെ തന്നെ നമ്മൾ ജന്മജന്മാന്തരങ്ങളായി വളർത്തിയെടുത്ത നമ്മളുടെ കർമ്മഫലമാണ് നമ്മുടെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണം. പലരും ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ എന്റെ കൃഷ്ണ എന്താ എന്നോട് ഇത് ചെയ്തതെന്ന് ചോദിക്കും. അല്ലെ ഭഗവാൻ എന്താ ഇത്? ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, നമ്മളാണ് ചെയ്യുന്നത്. നമ്മൾ കുവലയാപീഠം എങ്ങനെ എപ്രകാരം ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി രണ്ട് കൊമ്പ് വളർത്തിയെടുത്തോ, അതേപോലെ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ, പാപം ചെയ്യുമ്പോൾ എപ്പോഴായാലും പാപം ചെയ്യുമ്പോൾ വേറൊരാൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, വേറൊരു പ്രാണിക്കോ ജീവിക്കോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അങ്ങനെ നമ്മൾ വളർത്തിയെടുത്ത പാപങ്ങളുടെ ഭാരമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം. കൃഷ്ണൻ പറഞ്ഞ എനിക്ക് അതിനകത്ത് യാതൊരുവിധ കയ്യില്ല, നിങ്ങൾ വളർത്തിയെടുത്ത കൊമ്പ് നിങ്ങളെ കുത്തിക്കൊല്ലും. അതുകൊണ്ടാണ് ഭഗവാൻ കുവലയാപീഠത്തിന് അവന്റെ കൊമ്പ് കൊണ്ട് ചെയ്തത്. ഇവിടെ നമ്മുടെ സ്വന്തം കർമ്മഫലങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, മുഴുവൻ ജീവിതത്തിൽ താൻ വളർത്തിക്കൊണ്ടുവരുന്ന, അതായത് കൊമ്പ് എന്ന് പറഞ്ഞ ഇവിടെ പാവ്, എപ്രകാരം കൃഷ്ണൻ അവന്റെ മരണത്തിന് കാരണമാക്കി, അവരുടെ കുവലയാപീഠത്തിന്റെ, അതേപോലെ നമ്മൾ ഓരോ ജന്മങ്ങളിലും ചുരുക്കൂട്ടി വെക്കുന്ന കർമ്മങ്ങൾ ഭഗവാൻ നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അത്രമാത്രം. അല്ലാതെ ദുഃഖത്തിൽ ഭഗവാന് യാതൊരുവിധ കാര്യമില്ല. പിന്നെ ഭാഗവത്തില് ഈ മധുരയിലെ സ്ത്രീകൾ പറയുന്ന ഒരു ലൈൻ, അതൊന്ന് കേൾക്കണം, വളരെ രസമാണ്. മധുരയിലെ സ്ത്രീകൾ ഭഗവാനെ കാണുമ്പോൾ പറയുന്ന ഒരു ശ്ലോകമാണ്. ഗോപ്യത്തവ കിം അചരൻ യദമൂക്ഷരൂപം ലാവണ്യസാരം അസമൂർത്തം അനന്യസിദ്ധം. ഭാഗവതം കേരളം എടുക്കുക 10:44-14. ഞാൻ ഒന്നുകൂടെ വായിക്കാം. 10:44-14 ഭാഗവതമുള്ളവർ എടുക്കുക. 10ാമത്തെ അധ്യായം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 21ാമത്തെ ശ്ലോകം, അധ്യായം 10ാമത്തിൽ 21ാമത്തെ അധ്യായമാണ്. 44ാമത്തെ അധ്യായം എടുക്കുക, 14ാമത്തെ ശ്ലോകം എടുക്കുക. ഗോപ്യത്തപകിമചരൻ യദമൂക്ഷരൂപം ലാവണ്യസാരം അസമോക്തം അനന്യസിദ്ധം ദൃക്പീപബന്ധി അനുസഭാഭിനവം ദുരഭം ധാമ യശസ ശ്രീയ ഐശ്വര്യസ്യ. അതിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാൻ അതിന് മനസ്സിലാകും. ഈ മധുരയിലെ സ്ത്രീകള് ഭഗവാനെ കണ്ടിട്ട് അവര് പറയുന്നത്, പിന്നെ വൃന്ദാവനത്തിലെ ഗോപികമാരെ കുറിച്ച് പറയുന്നുണ്ട്, ഏതൊരു തപസ്സായിരിക്കാം ആ ഗോപികമാർ ആചരിച്ച്. ഏത് ഗോപികമാർ? വൃന്ദാവനത്തിലെ. സൗന്ദര്യത്തിന്റെ സാരമായും തുല്യമായോ അധികമായോ മറ്റൊന്നില്ലാത്തതുമായ കൃഷ്ണൻ. ഇവിടെ അവർ പറഞ്ഞുണ്ടോ, അസാമാന്യം ഊർധ്വം, തുല്യമായിട്ടുമില്ല അധികമായിട്ടുമില്ല, തുല്യമോ അധികമായോ മറ്റൊന്നില്ലാത്തതായ കൃഷ്ണ ഭഗവാന്റെ രൂപത്തിന്റെ അമൃതം സ്വന്തം നയനങ്ങളാൽ അവർ സദാ പാനം ചെയ്തിരുന്നു. അത്രയും പാനം ചെയ്യാൻ അവർക്ക് അവസരം കിട്ടി. അഴകിന്റെയും കീർത്തിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരേ ഒരു ധാമമാണ് ആ സൗന്ദര്യം, ആ രൂപം. ഐശ്വര്യത്തിന്റെയും അഴകിന്റെയും ഐശ്വര്യത്തിന്റെയും കീർത്തിയുടെയും ഒരേ ഒരു ധാമമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഷഡൈശ്വര്യത്തിന്റെ സാരം എന്ന് പറയുന്നത് ഭഗവാന്റെ സൗന്ദര്യമാണ്. അത് സ്വയം പൂർണ്ണവും നിത്യനൂതനവും അത്യപൂർവമാണ്. അത് പൂർണ്ണമാണ്.
ഭഗവാൻ മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ. അത് നിത്യനൂതനമാണ്. എന്നും ഇതുപോലെ ഇരിക്കും. ഭഗവാന്റെ താടി, നരച്ച താടിയുള്ള ഫോട്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നും അതുപോലെ. ഭഗവാന്റെ യഥാർത്ഥ വയസ്സ് എത്രയാ? ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലെ വയസ്സ് 16 വയസ്സാണ്. ഇവിടെ വരുമ്പോൾ മനുഷ്യരൂപം ധരിക്കും മാത്രമേ ഭഗവാൻ ഈ വയസ്സ് കൂടുതലുള്ളൂ. അല്ലെങ്കിൽ ഭഗവാന്റെ നിത്യവയസ്സ് 16 വയസ്സാണ്. അത്യപൂർവമാണ്. അതാണ് അവർ പറയുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇതിനാരെ ഉത്തരം പറയുന്ന ആദ്യം പറ. ചോദ്യം ഇതാണ്: വൃന്ദാവനത്തിലെ സ്ത്രീകൾക്ക് ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതാണ് അവർ പറയുന്നത്. അപ്പൊ അവർ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ടായിരിക്കും? അതാണ് മധുരയിലെ സ്ത്രീകൾ പറയുന്നത്. മധുരയിലെ സ്ത്രീകൾക്ക് അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ, ഇല്ലേ? ഇനിയും ഭഗവാൻ എവിടെയാണ് താമസിക്കുന്നത്? മധുരയിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? ആരാണ് ഉത്തരം പറയുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. വൃന്ദാവനത്തില് പ്രേമ മാധുര്യത്തിലാണ്. അതേസമയം ഗോപികമാരാണ്. പ്രേമമാധുര്യത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞാരാ? ബേബി സരോജ. താങ്ക് യു. പറഞ്ഞത് അത് ശരിയാണ്. ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാം, മനസ്സിലാവും. നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പം കാഴ്ച ബംഗ്ലാവില് കൂട്ടിനകത്ത് കിടക്കുന്ന സിംഹത്തിനെ കണ്ടിട്ടില്ലേ? ആ സിംഹം കൂട്ടിനകത്ത് അടുത്തിരുന്ന് കാണാം. അതേ സിംഹത്തിനെ കുറെ സിംഹങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വനത്തിനകത്തൊന്ന് കാണാൻ പറ്റില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? പറഞ്ഞു മനസ്സിലായില്ലേ? അതേപോലെ വൃന്ദാവനത്തിൽ ഭഗവാൻ യഥേഷ്ടം വിഹരിക്കുകയാണ്. തന്റെ സഹമാരോടൊപ്പം, പശുക്കളോടൊപ്പം, ഗോപികമാരോടൊപ്പം, യശോദമ്മയോടൊപ്പം, നന്ദഗോപരോടൊപ്പം വൃന്ദാവനത്തിലെ ഓരോ വനത്തിലും ഭഗവാൻ വിഹരിക്കുകയാണ് യഥേഷ്ടം. പക്ഷെ ഇവിടെ മധുരയിലോ രാജാവാണ്. അതിന് നിയമങ്ങളുണ്ട്. പ്രോട്ടോകോൾ ഉണ്ട്. പ്രോട്ടോകോൾ ഉണ്ട്. അത് വിട്ടു പോകാൻ പാടില്ല. അവിടെ ഓടക്കൊയിലും വായിച്ച് പശുവിന്റെ പുറത്ത് കയറി മരത്തേലും കയറി ഇടിയിട്ട് അതുപോലെ ഇവിടെ പറ്റില്ല. ആ രൂപമാണ് അവർക്ക് കാണാൻ പറ്റിയത്. മധുരവാസികൾക്ക് അത് കാണാം. മധുരവാസികളുടെ വേറെ സൃഷ്ടിയിൽ ആർക്കും എവിടെ അത് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദേവി ദേവതമാർ ഇത് കണ്ടപ്പം മോഹാത്സ്യപ്പെടാൻ തുടങ്ങിയത്. കാരണം ആ രൂപം ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. മഹാവിഷ്ണുവിനെ കാണാം ചതുർഭുജ രൂപത്തിൽ, സർവ്വ ഐശ്വര്യ രൂപത്തിൽ കാണാം. അതേ ദേവന്മാർ കണ്ടിട്ടുള്ളൂ, കൃഷ്ണരൂപത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ ബ്രഹ്മാവിന് പണി കിട്ടിയത്? ബ്രഹ്മാവിനകത്തും പറ്റി അതുകൊണ്ടല്ലേ. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ വരുന്നത്. അതുപോലെ അപ്പം ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഭഗവാന്റെ സൗന്ദര്യം. ഇനി നമുക്ക് ഭഗവാന്റെ എത്ര വർണ്ണിച്ചാലും ശരി, കൃഷ്ണന്റെ ആ രൂപമാധുര്യത്തിന് വർണ്ണിക്കാൻ നമ്മളുടെ വാക്കുകൾക്ക്, നമ്മളുടെ സാഹിത്യത്തിന് ലിമിറ്റേഷൻ ഉണ്ട്. വാക്കുകളില്ല. അപ്പം ആസ്വദിക്കാനുള്ള ഭാഗ്യം ആരുടെയാണ്? വേറെ ആരുടെ? ഓക്കെ. അപ്പൊ ഇവിടെ ഭഗവാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക മൂഡിലാണ് വന്നിരിക്കുന്നത്. ഭഗവാന്റെ സൗന്ദര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു വൃന്ദാവനത്തിലെ ഒരു മൂഡല്ല മധുരയിലെ മൂഡ്. അതുകൊണ്ടാണ് ഈ വൃന്ദാവനത്തിലെ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞത്. ഭഗവാന്റെ ബാഹ്യ സൗന്ദര്യം മാത്രം ഇപ്പൊ നമ്മൾ ഇത്രയും നേരം വർണ്ണിച്ചത് ഭഗവാന്റെ ബാഹ്യ സൗന്ദര്യം. ഭഗവാന്റെ ഉള്ളിലെ സൗന്ദര്യം അതിനേക്കാൾ മനോഹരമാണ്. ബാഹ്യ സൗന്ദര്യവും ഉള്ളിലെ സൗന്ദര്യം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, ബാഹ്യ സൗന്ദര്യം നമുക്ക് വർണ്ണിക്കും. ഉള്ളിലെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്നെസ് ആണ്, മൃദുത്വമാണ് ഭഗവാന്റെ ഉള്ളിലെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഈ നമ്മുടെ ദേവസ്ത്രീകൾ പറഞ്ഞ എന്തുവാണ്? കൃഷ്ണ നിരീക്ഷ ഉത്സവ രൂപശീലം. ശീലം, ഭഗവാന്റെ സ്വഭാവം അത് ഉള്ളിലാണ്. അത് വളരെ മനോഹരമാണ്. ഭഗവാന്റെ രൂപം പോലെയാണ് ഭഗവാന്റെ സ്വഭാവം. സോ സ്വീറ്റ്, സോ ഹംബിൾ, സോ സോഫ്റ്റ്, സോ കൈൻഡ്. ഭഗവാന്റെ മനസ്സെന്ന് പറഞ്ഞത് വെണ്ണ പോലെയാണ്.
മൂന്നാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് 33-ാമത്തെ ശ്ലോകത്തില് 23-ാമത്തെ ശ്ലോകത്തില് ഉദ്ധവരും വിതുരുമായിട്ട് സംഭാഷണം ഉദ്ധര് പറയുന്നുണ്ട്. വളരെ മനോഹരമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ശ്ലോകമാണ്. അഹോബേയം സ്തനകാളകൂടം ജിഹാംസയാവ അപായയത് അഭിയസാധ്വി തെപേഗതിം ധാത്രിം ഉചിതാം തതോന്ത്യം കംവാദയാലും ശരണം പ്രജ. എത്ര മനോഹരമായിട്ടാണ് ഭഗവാന്റെ ഉള്ളിലെ സ്വഭാവം പറയുക. അഹോ ബഹിയം, അതായത് രാക്ഷസി പൂതന സ്തനകാളകൂടം ഇത്രയും ഘോരമായ വിഷം വെച്ചിട്ട് വന്നിട്ട് അതായത് അത് വന്നിട്ട് പോലും ആ വിശ്വാസം, ഭഗവാന്റെ വിശ്വാസം കൂടെ പൊട്ടിച്ചിട്ടും ലഭേ ഗതിയും ധാത്രിയും, എന്ത് ഗതിയാ കൊടുത്തത്? എന്ത് ഗതിയാ കിട്ടിയത്? ധാത്രി, രണ്ടാനമ്മയുടെ വളർത്തമ്മയുടെ ഗതിയാ കൊടുത്തത്. ഉചിതാം തതോ അന്യം, ഇതിനേക്കാൾ ഉചിതമായിട്ട് വേറെ എന്താണ്? അതായത് കമ്പാദയാലും, ഇത്രയും ദയാവുള്ള ഒരു ഭഗവാന്റെ, അതായത് തന്നെ വധിക്കാൻ വന്ന പൂതനയ്ക്ക് പോലും അത്യുന്നത സ്ഥാനം കൊടുത്ത ഭഗവാൻ, ഒന്ന് ആലോചിച്ച് നോക്കുക. തന്നെ വധിക്കാൻ വന്ന പൂതനയ്ക്ക് കൊടുത്ത സ്ഥാനം ഇങ്ങനെയാണെങ്കിൽ, എല്ലാം ത്യജിച്ച് സദാ ഭഗവാനെ മാത്രം സ്മരിച്ച് ഭഗവാന്റെ സേവ ചെയ്ത് ഭഗവാനെ സേവിച്ച് ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ സ്മരിച്ച് കഴിയുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന സ്ഥാനം എത്രയായിരിക്കും? ഒന്നാലോചിക്കുക. തന്നെ വധിക്കാൻ വന്ന പൂതനയ്ക്ക് കൊടുത്തത് ഗോലോക വൃന്ദാവനത്തിൽ യശോദമ്മയുടെ ഒപ്പമുള്ള സ്ഥാനമാണ് കൊടുത്തത്. മാതാ യശോദയുടെ സ്ഥാനം ധാത്രി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ ഭഗവാന് വേണ്ടി എല്ലാം ത്യജിച്ച്, വീട്ടുകാരെ ത്യജിച്ച്, ഭൗതികമായ ആഗ്രഹങ്ങൾ ത്യജിച്ച് ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനെ പ്രേമിച്ച് ഭഗവാന്റെ സേവ ചെയ്ത് കഴിയുന്ന ഭക്തർ കിട്ടുന്ന സ്ഥാനം എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതാണ് കൃഷ്ണന്റെ ഹാർട്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതായത് ഭഗവാന്റെ ഈ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 സോഫ്റ്റ് ആണ്. രാജസൂയ യാഗം 5-10 മിനിറ്റ് നമുക്ക് പറയാം. രാജസൂയ യാഗത്തില് നമുക്കറിയാം, രാജസൂയത്തിൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം സ്വീകരിക്കാൻ. നകുലൻ സഹദേവന് അതര ഓർത്തത്. ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട്, ഇപ്പൊ എനിക്കറിയില്ല, കല്യാണത്തിന്റെ തലേന്നൊരു ഇത് വെക്കുമായിരുന്നു, എന്ന് പറഞ്ഞ സ്വീകരണം. അപ്പൊ ഒരാൾ മേശയുടെ ഇരുന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് പണ്ടത്തെ കാലത്ത്, ഇപ്പൊ ഒന്നുമില്ല, ഒരു ട്രേക്കകത്ത് മുറുക്കാൻ, ഒരു ട്രേക്കകത്ത് സിഗരറ്റും ബീഡിയും തിപ്പെട്ടി, ഒരു രജിസ്റ്ററും കൊണ്ടിരിക്കും, വരുന്നവരുടെ പേരെഴുതി പൈസ ഒക്കെ എഴുതാണ്ടിരിക്കണം. ആ ജോലിയായിരുന്നു ദുര്യോധനന് കൊടുത്തത് ഭഗവാൻ. നല്ല, അതായത് കുക്കിംഗ് എല്ലാം ഭീമനും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു. അത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുര്യോധനൻ എന്താ ഇത് കൊടുത്തത്? അതായത് ഈ വരുന്ന രാജാക്കന്മാർക്ക് കിൻഡൽ കണക്കിന് സ്വർണ്ണമാണ് കൊണ്ട് കൊടുക്കുന്നത്. 101 രൂപ പാലത്തോട്ട് കണ്ടത്തിൽ രാമൻപിള്ള 101 രൂപ അതൊന്നും അല്ല കൊണ്ട് കൊടുക്കുന്നത്. കിൻഡൽ കണക്കിന് കാളവണ്ടിയും കുതിരവണ്ടിയൊക്കെ നിറച്ച് സ്വർണ്ണങ്ങളും രത്നങ്ങളും ഒക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്, രത്നകിരീടങ്ങളൊക്കെ. അത് ഇനം തിരിച്ചു വെക്കേണ്ട ജോലിയാണ് ദുര്യോധനന് കൊടുത്തത്. എന്തിനാ ദുര്യോധനന് കൊടുത്തത്? ഭഗവാന് പറയുന്നത്, ദുര്യോധന അസൂയായത് കാണുമ്പോൾ, ദുര്യോധന അസൂയായതുകൊണ്ട് ഇപ്പൊ ഓരോരുത്തർക്കും എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ പോയി പറയേണ്ടത് ആരോടാണ്? ഇപ്പൊ ഈ കല്യാണത്തിന് ഉദാഹരണം എടുത്തു കഴിഞ്ഞപ്പോ ഈ സ്വീകരണം നടക്കുമ്പോ ആർക്കെങ്കിലും 10,000 രൂപ കൊടുക്കുന്ന പറയും, ഉടനെ ഇവിടെ വന്നിട്ട് എഴുതാനിക്കുന്ന ആളുടെ 10,000 രൂപ വാങ്ങിച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ പോയി ചോദിക്കണം ദുര്യോധനുണ്ട്. അപ്പൊ ദുര്യോധൻ 100 രൂപയാണ് ആവശ്യമെങ്കിൽ 10,000 എടുത്ത് കൊടുക്കും. കാര്യം എങ്ങനെങ്കിലും ഇത് ഇല്ലാതാക്കണം. യുധിഷ്ഠിർക്ക് അല്ലെ പാണ്ഡവർക്ക് ഇത്രയും സമ്പത്ത് കിട്ടുന്നിട്ട് പുള്ളിക്ക് സഹിക്കുന്നില്ല. അപ്പൊ ഈ ഇങ്ങനെ ചെലവാക്കുമ്പോൾ ഈ യാഗത്തിന്റെ മോടി കൂടുകയാണ്. ഒപ്പം തന്നെ ഭഗവാൻ അറിയാം ദുര്യോധന്റെ കയ്യിലൊരു ചക്രമുണ്ട്. ഈ ഹസ്തരേഖ ശാസ്ത്രം അനുസരിച്ച് ഈ ചക്രമുള്ളവര് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി തിരിച്ചു വരും, അവിടെ തന്നെ വരും. അപ്പൊ ദുര്യോധൻ 100-ന് 10,000 എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 20,000 തിരിച്ചു വരുമെന്ന് ഭഗവാൻ അറിയാം. അപ്പൊ ഇവിടെ ഈ അക്കൗണ്ടിൽ ട്രഷറിയിൽ പൈസയും കൂടും, ഖജനാവിൽ പൈസയും കൂടും, സമ്പത്തും കൂടും. അത്രയും ഈ യാഗം മോഡിഫൈ ആകുകയും ചെയ്യും, മോഡിയാകുകയും ചെയ്യും. അപ്പൊ അവിടെ നിൽക്കുന്നത് അർജുനാണ്. 100 ചോദിച്ചാൽ അർജുൻ 100 കൊടുക്കത്തുള്ളൂ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഓർത്തുന്നേ ഉള്ളൂ, ഇത് നമ്മുടെ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പം ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാൻ സ്വയം എടുത്ത സേവ എന്തായിരുന്നു? വരുന്ന സന്യാസി വർഗത്തിലെയും ബ്രാഹ്മണരുടെയും കാലി കഴുകി അവരെ സ്വീകരിച്ചിരിക്കേണ്ട ഏറ്റവും ചെറിയ സേവ അവിടെ ഉള്ളതിൽ വെച്ച്. അവർക്ക് ആഹാരം കഴിക്കുന്ന പാത്രം പോലും എടുത്തുകൊണ്ട് കഴിക്കുന്ന ഭഗവാനായിരുന്നു. ആലോചിച്ചു, ഈ സൃഷ്ടിയുടെ സാക്ഷാൽ ഭഗവാൻ ഓരോരുത്തരുടെ കാലി കഴുകി സ്വീകരിക്കുമായിരുന്നു.
അതാണ് കൃഷ്ണന്റെ ഹൃദയം. സോ സോഫ്റ്റ്, സോ കൈൻഡ്, സോ ബ്യൂട്ടിഫുൾ, സോ സ്വീറ്റ്. ആ ശീല, അതൊക്കെയാണ് അവർ കണ്ടത്. അപ്പൊ ഇവിടെ അതാണ് ഇവര് ദേവസ്ഥയിലൂടെ പറയുന്നത്, ശീല, സ്വഭാവം. കൃഷ്ണ സ്വഭാവത്തിന്, അതായത് ആ സ്വഭാവത്തിന്, അതുപോലെ തന്നെ കാലേവന്റെ കഥ അറിയാമല്ലോ എല്ലാവർക്കും. കാലേവൻ മുച്ചുകുന്ദ അവർ കാലേവന്റെ കഥ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എളുപ്പം പറയാം, ഞാൻ എളുപ്പം പറയാം. കാലേവന്റെയും മുച്ചുകുത്തിന്റെയും കഥ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഏത് സമയത്ത് കാലേവനെ മുചുകുന്ദ് ഭസ്മമാക്കി കഴിഞ്ഞപ്പോഴാണ് തിരിഞ്ഞവിടെ ഭഗവാനെ കാണുന്നത്. ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് മുചുകുന്ദ് കുറച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങ് ആരാണ്? വിഷ്ണുവാണോ? പക്ഷെ ഇത്രയും അവതാരങ്ങൾ കണ്ടിട്ട്. ഇപ്പൊ ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞതില്ല, ഞാന് പാണ്ഡവരിൽ ഞാൻ അർജുനാണ്, പഞ്ചഭൂതത്തിൽ ഞാൻ അഗ്നിയാണ്, അതാണ് ഇതാണ്, പിന്നെ ഒന്നും ഭഗവാൻ പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞു ഞാൻ വസുദേവപുത്രൻ കൃഷ്ണനാണ്, ഇത്രേ പറഞ്ഞുള്ളൂ. അതാണ് ഭഗവാന്റെ സ്വഭാവം. ഭഗവാൻ പറഞ്ഞില്ല ഞാൻ സൃഷ്ടിയിലെ പരംപുരുഷോത്തമൻ കൃഷ്ണനാണ്, ഭഗവാനാണ്, ചതുർഭുജധാരിയാണ്, വിഷ്ണു എന്നിൽ നിന്നാണ് വന്നത്, നദികളിൽ ഗംഗയും പർവ്വതത്തിൽ ഹിമാലയവും മാതൃധാരിയിലെ അർജുനും മഹർഷിവർഗത്തിൽ ഭൃഗു, ഇതൊന്നും ഭഗവാൻ പറഞ്ഞില്ല. ഞാൻ വസുദേവപുത്രൻ കൃഷ്ണനാണ്, ഇതാണ് കൃഷ്ണൻ. അപ്പൊ ഈ ശ്ലോകത്തില് ഗോപികമാർ പറയുന്നത് നോക്ക്, ഈ ദേവസ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണ്. അതായത് ഗോപികമാര് പറയുന്നത് ഈ ദേവസ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണ്. കൃഷ്ണന്റെ രൂപവും ശീലവും കണ്ടിട്ട് അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന മാധുര്യ പ്രേമം അവരുടെ ഭർത്താക്കന്മാരോടൊപ്പമാണ് അവർ ആസ്വദിക്കുന്നത്. പക്ഷെ നമ്മുടെ ഭർത്താക്കന്മാരോ ഒറ്റയ്ക്ക് കൃഷ്ണനെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. അവർക്ക് ആ ഒരു കറിവാണുള്ളത്. അപ്പം ഒരുവിധം സമയമായി പറഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുണ്ട്. എന്തുവാ? ഭഗവാന്റെ വേണു മാധുര്യം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ആർക്കെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ അതും പറയണം. അതുപോലെ ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ നിർത്താം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ നല്ല കഥകളാണ് ഭഗവാന്റെ. എത്ര കേട്ടാലും മതി വരുന്നില്ല. പ്രഭു വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രഭു ഇപ്പൊ പറഞ്ഞ ഒരു സംശയം ചോദിച്ചോട്ടെ, എനിക്ക് ക്ലിയർ ആയില്ല. ഇവര് ഭർത്താക്കന്മാരോട് കൂടിയാണ് ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചത്, അത് ആരെ പറ്റിയാ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. ദേവസ്ത്രീകള് ഈ ഇത് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ ശ്ലോകം, കൃഷ്ണൻ നിരീക്ഷ വനതോത്സവ രൂപശീലം. അത് ദേവ്യ വിമാനകഥ. വിമാനത്തിൽ പോയ ദേവി, ഈ ദേവസ്ത്രീകള് ദേവന്മാരോടൊപ്പമായിരുന്നു. ദേവന്മാരോടൊപ്പം ഇപ്പോൾ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ചൊരു ഭാര്യ വേറൊരു പുരുഷനെ നോക്കി പ്രേമം കാണിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ ദേവന്മാര് സപ്പോർട്ട് ചെയ്തു. നമുക്ക് ആ ഭാഗ്യം ഇല്ലെന്ന് ഗോപസ്ത്രീകൾ പറയുന്നത്. കാര്യം ഗോപന്മാര് ഒറ്റയ്ക്ക് വെളിവിടത്തില്ല ഇവരെ. ഇല്ല. താങ്ക് യു പ്രഭു, വളരെ നല്ല ക്ലാസ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഇതേ സംശയം എനിക്കും തോന്നി. അപ്പൊ ഏതായാലും അത് ക്ലിയർ ആയി. പ്രഭു വേഗം നിർത്തുന്നതിലാണ് സങ്കടം, ബോറടിയല്ല. പെട്ടെന്ന് നിന്നു പോകുന്നതിലാണ് ഇത് ആ രസച്ചരട് പോകുന്ന പോലെ തോന്നുന്നു. താങ്ക് യു പ്രഭു. അതാണ് കൃഷ്ണ നാമരൂപ ഗുണലീലയുടെ മാധുര്യം. സത്യാണ് പ്രഭു, തീർന്നു പോയത് പോലെ തോന്നുന്നു. ആ രസച്ചരട് ഇട്ടിരിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്, അടുത്ത ആഴ്ച വരാൻ വേണ്ടിയിട്ടാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം പ്രഭു. ഓക്കെ ബ്രോ, ഓക്കെ. താങ്ക് യു വെരി മച്ച്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദയ്ക്ക് ജയ്. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരി 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 ബോൾ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, താങ്ക് യു വെരി മച്ച്. ഓക്കെ പ്രഭു. പ്രണാം പ്രഭു. ഓക്കെ. കൃഷ്ണ.